ശക്രവൈരികളായോരസുരപ്പടയെല്ലാം മിക്കതുമൊടുങ്ങിയ നേരത്തു കോപത്തോടെ ചിക്ഷുരനായ സേനാനായകനടുത്തിതു തൽക്ഷണം മഹാദേവി തന്നോടു യുദ്ധം ചെയ്യുവാൻ. മേരുമൂർധനിഘനം പാനീയം ചെയ്യും പോലെ ഘോരബാണങ്ങൾ വർഷിച്ചിടിനാൻ ലഘുതരം. ശീതാംശുദയെ സിന്ധുതരംഗങ്ങളെയെല്ലാം മേതുരമായ മിട്ടാൽ തടുത്തു നിർത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടൻ ആവോളം വേഗത്തോടെ തുരകങ്ങളെ കൊന്നു. സാരഥിയെയും കൊന്നു ചാപവും മുറിച്ചിതു സാരമാം ധ്വജത്തെയും ഛേദിച്ചു കളഞ്ഞപ്പോൾ ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചടുത്താനതു നേരം വിക്രമത്തോടു സിംഹമൂർധനി വെട്ടിവേഗാൽ അമ്പതന്നിടത്തെ കൈതന്മേൽ വെട്ടിയ നേരം നിർമ്മലമായ ഖഡ്ഗം മുറിഞ്ഞു തെറിച്ചിതു. ശൂലത്തെ പ്രയോഗിച്ചാൻ ഭദ്രകാളിയും നിജശൂലത്താൽ 100 നുറുക്കിടിനാളതിനെയും. പിന്നെയും ശൂലമേറ്റു ഭിന്നഗാത്രനുമായി മന്നിടം തന്നിൽ വീണു മരിച്ചു ചിക്ഷുരനും. അന്നേരം ആനക്കഴുത്തേറി ചാമരൻ വന്നാൻ തന്നുടെ ശക്തി തന്നെ മോചിച്ചാൻ ദേവി മെയ്മേൽ. ഹൂങ്കാരം കൊണ്ടു ശക്തി ഭൂമിയിൽ പതിപ്പിച്ചു സങ്കടത്തോടും ശൂലം കൊണ്ടു ചാട്ടിനാനപ്പോൾ ബാണങ്ങളാലെ അതും ഛേദിച്ചു മഹാദേവി. കാണായിതപ്പോൾ ഗജപുങ്കവ കുംഭാന്തരെ വീണിതു ചാടി വേഗത്തോടുമാ മൃഗാധിപൻ. പാണിയുദ്ധേന പോർ ചെയ്തിടിനാർ പരസ്പരം. ചാമരൻ താനും മഹാസിംഹവും കൂടി തമ്മിൽ ഭൂമിയിൽ ചാടി പിണങ്ങിടിനാരല്ലോ. പിന്നെ ബാഹുപ്രഹരേണ കേസരി വീരനും അപ്പോൾ ആകവേ ചാമരനെ കൊന്നു വീഴ്ത്തിനാനല്ലോ. തൽക്ഷണേ യുദ്ധമടുത്താനുദഗ്രനും വേഗാൽ വൃക്ഷശൈലാദികൾ കൊണ്ടവൻ തന്നെയും കൊന്നു. നിന്നിതു ദേവിയുടെ ഗണങ്ങൾ. കരാളനും വന്ന കോപത്തോടടുത്താൻ അവനെയും അവർ കൊന്നിതു മുഷ്ടിദന്ത നഖങ്ങളാലെ. ഗണം ക്രുദ്ധയാം ദേവി ഗദ കൊണ്ടതു നേരം വന്നോരുദ്ധതൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ശീഘ്രം. പാഷ്കളനെയും ഭിണ്ടിപാലം കൊണ്ടതു നേരം പോർക്കളം തന്നിൽ കൊന്നു വീഴ്ത്തിനാൾ മഹാദേവി. ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു ക്ഷോണിയിൽ വീഴ്ത്തിയിടിനാൾ അന്തകനെയും വേഗാൽ. ഉഗ്രാസ്യനെയും മഹാഹനു തന്നെയും ഉടൻ ഉഗ്രവീര്യൻ തന്നെയും കൊന്നിരു ശരങ്ങളാൽ. പിന്നെയത്രിനേത്രന്മാരെ ത്രിശൂലം കൊണ്ടുടൻ സന്നമാക്കിയിടിനാളല്ലോ ദേവിയും ക്ഷണം കൊണ്ടു. വാളാലെ വിലാളൻ തന്നുത്തമാംഗം ഛേദിച്ചു മേളമോടുഴിയിലിട്ടുരുട്ടിയിടിനാളല്ലോ. ദുർധരൻ തന്നെയും ദുർമുഖൻ തന്നെയും രണേ സത്വരം ബാണഗണം പൊഴിച്ചു കൊന്നിടിനാൾ. ഏവം വൻപടയും തൻ പടനായകന്മാരും ദേവിയാൽ നഷ്ടമായ നേരത്തു മഹിഷനും മാഹിഷവേഷം ധരിച്ചടുത്തിടിനാൻ. ദ്രുതമാവഹത്തിനു വന്നു കോപേന മഹാസുരൻ. തുണ്ഡപ്രഹരം കൊണ്ടു ദേവി തൻ ഗണങ്ങളെ ഖണ്ഡിച്ചു കളകയും ഖുരക്ഷേപണങ്ങളാൽ ചിലരെ ലാങ്കൂലപാദങ്ങളാൽ മർദ്ദിക്കയും ചിലരെ നിശിത ശൃംഗങ്ങളാൽ ഭേദിക്കയും ചിലരെ മഹാനിനാദങ്ങളാൽ മോചിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടു ധൂളിപ്പിച്ചും
ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചിതു ദേവീഗണത്തെയെല്ലാം അവൻ. ഓടിയെത്തിനാൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി, ശൃംഗങ്ങൾ കൊണ്ടു മഹാചല ശൃംഗങ്ങളെല്ലാം ഭംഗമാക്കിയും പാരമലറിച്ചുരമാന്തി ക്രൂരമായുള്ള ഖുരക്ഷേപണം കൊണ്ടു തന്നെ പാരിടമെല്ലാം ഒക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ഡശൃംഗാഗ്ര വിഭിന്നങ്ങളാം ഘനങ്ങളെ ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിക്കയും. ഇങ്ങനെ കോപിച്ച അസുരേശ്വരനടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡികാദേവി താനും പാശക്ഷേപണം കൊണ്ടു ബന്ധിച്ചാളവനെയും ആശു സിംഹാകൃതിയായി കഴിച്ചാൻ പാശത്തെയും. തൽക്കഴുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടു മൂടി ഖഡ്ഗചർമ്മങ്ങളോടും കാണായിതപ്പോൾ ഒരു ഗജമായി മഹിഷനെ തൽക്ഷണേ പിടിച്ചിഴച്ചിടിനാൾ മൃഗേന്ദ്രനെ. തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി. തൽക്കാലേ മഹിഷനായി ചമഞ്ഞാൻ അസുരേന്ദ്രനൊക്കെ ഒന്നിളകിയതു ലോകങ്ങൾ മൂന്നുമപ്പോൾ. ക്രുദ്ധയാം ജഗന്മാതാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിനാൾ. ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചു പാനം ചെയ്തും മണ്ഡലാകാരം പൂണ്ടു ചുവന്നു നയനങ്ങൾ. അന്നേരം ബലവീര്യ മതഗർവിതനായി നിന്നേറ്റമലറിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ടു ദേവിയെ പ്രക്ഷേപിച്ചു നിൽപ്പതും ദേവി കണ്ടു സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം. അട്ടഹാസവുമിടിവെട്ടിയിടും വണ്ണമപ്പോൾ നിഷ്ഠുരതരം ദേവി ദുഷ്ടനോടരുൾ ചെയ്തു. ഗർജനം ചെയ്തു കൊൽക മൂഢ, നീ കിഞ്ചിൽ കാലമിജ്ജനം മധുപാനം ചെയ്വോളം ദുരാത്മാവേ. നിർജ്ജരാദികളെല്ലാം ഗർജനം ചെയ്തിടുവോർ ദുർജന ശ്രേഷ്ഠ ഭവാൻ എന്നാലേ ഹതനായാൽ. ഇത്തരമരുളി ചെയ്തു തൽപതി തന്മേൽ സത്വരം കരയേറി കഴുത്തിൽ പാദാബ്ജം കൊണ്ടാക്രമിച്ചിട്ടു ശൂലം കൊണ്ടു കുത്തിയ നേരം നിഷ്ക്രമിച്ചിതു ഖഡ്ഗചർമ്മങ്ങൾ ധരിച്ചവൻ. തൃക്കാൽ കൊണ്ടപ്പോളമാഴ്ത്തിടിനാൾ ജഗന്മാതാ. വർദ്ധിച്ച നിഷ്ക്രാന്തനായി യുദ്ധം ചെയ്വതിനവൻ ഉദ്ധാനം ചെയ്തിടുവാനാരംഭിച്ചതു നേരം ഖഡ്ഗത്താൽ വെട്ടിയറുത്തിടിനാൾ തലയപ്പോൾ. വിഗ്രഹത്തോടു വേർവിട്ടവനും വീണിടിനാൻ. ത്രൈലോക്യ നിവാസികൾ നഷ്ടനാമ സുരേന്ദ്രമാലോക്യ ജയ ജയേത്യുച്ചത്തിൽ സ്തുതി ചെയ്താർ. ആകവേ മഹാസുരൻ മാഹിഷൻ മരിച്ചപ്പോൾ ആഹാകാരേണ മരിച്ചിടിനാരസുരരും. ദേവവൃന്ദവും മുനിവൃന്ദവും ഭക്തിയോടെ ദേവിയെ സ്തുതിക്കയും നൃത്തം ചെയ്തിടുകയും പാടുന്നു ഗന്ധർവന്മാർ, ആടുന്നു ദിവ്യ സ്ത്രീകൾ, തേടുന്നു സന്തോഷവും വിബുധാദികളെല്ലാം. അധ്യായം 3 കഴിഞ്ഞു. നിങ്ങൾക്കിതിലത്യാശയുണ്ടെന്നാകിലിനിയും ചൊല്ലാമല്ലോ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.